ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് ഫാസ്റ്റ് ഫുഡ് അഡിക്ഷൻസ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ടേമാണ്. പക്ഷേ സംതിങ് ദാറ്റ് ഈസ് കം അപ്പ് ഓഫ് റീസെൻ്റ്ലി ആണ് ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അഡിക്ഷൻസ്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും എവ്രി വൺ ഈറ്റ്സ്, പക്ഷെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് അഡിക്ഷൻ വരും. എന്തുകൊണ്ട് അഡിക്ഷൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് ആണ് അതിൽ വരുന്ന ചേഞ്ച്. കാരണം നമുക്ക് കുറേ ഫുഡ് നമ്മൾ കഴിക്കാൻ തോന്നും. ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൽ കുറേ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഉണ്ട്, കുറേ ആഡഡ് പ്രിസർവേറ്റീവ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ടേസ്റ്റ് എൻഹാൻസേഴ്സ്, ടേസ്റ്റ് മേക്കേഴ്സ്, അജിനോമോട്ടോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫോർ ടങ് അത് ഭയങ്കരമായിട്ട് ഒരു ടേസ്റ്റ് സെൻസേഷൻ തരും. സോ ദാറ്റ്സ് ദ റീസൺ നമ്മൾ വീണ്ടും വീണ്ടും ക്രേവ് ചെയ്യുക. ആ ക്രേവിങ് വരുമ്പോൾ സെയിം ഈ ഒരു മെക്കാനിസം നോർമൽ എല്ലാ അഡിക്ഷനും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യും. ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ടെമ്പററി ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന് പറഞ്ഞ കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഡോപ്പമീൻ ഇസ് എൻ ഹാപ്പിനെസ് ഹോർമോൺ. സോ അത് റിലീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നും, ഭയങ്കരമായിട്ട് ഒരു കാംനെസ് ഫീൽ ചെയ്യും. പക്ഷേ ദാറ്റ് ഈസ് ഷോർട്ട് ലാസ്റ്റിംഗ്. ഈ അഡിക്ഷൻ്റെ പ്രശ്നം അതാണ്. നോർമലായിട്ട് ഒരാളെ എൻകറേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഡോപ്പമീൻ റിലീസ് ആവും. പക്ഷെ അത് ഇച്ചിരി കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ അഡിക്ഷൻ കേസസിൽ വരുമ്പം പറ്റുന്നത് ആ ഒരു ഡോപ്പമീൻ റിലീസ് ഷോർട്ട് ലാസ്റ്റിംഗ് ആണ്. ഷോർട്ട് ലാസ്റ്റിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഷോർട്ട് ഡ്യൂറേഷൻ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. പക്ഷെ പിന്നെയും ആ സാറ്റിസ്ഫാക്ഷൻ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്ക് എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ആ ഒരു ബിഹേവിയർ ചെയ്യാൻ തോന്നുന്നത്. സെയിം തിങ് വിത്ത് ഫാസ്റ്റ് ഫുഡ്. സോ ഫാസ്റ്റ് ഫുഡ് അഡിക്ഷൻ ആകുമ്പോഴും നമ്മൾ ആ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഓക്കെ ഫൈൻ ഓൾ ഗുഡ് എന്ന് പറയും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചിലപ്പോൾ വിശപ്പായിരിക്കില്ല, പക്ഷേ ക്രേവിങ് ഫോർ ഇറ്റ്. കാരണം ആ ഒരു കാംനെസ് കിട്ടിയപ്പോഴത്തേക്കും വി വോണ്ട് ദാറ്റ് കാംനെസ് അഗൈൻ. പക്ഷെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഒരു ഹാബിറ്റ് ആവും. അപ്പോൾ അതില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. യു കാൺ ഗോ ഫർദർ വിത്ത് ഇറ്റ്. സോ യു വിൽ ഗോ ഓൺ ഈറ്റിംഗ് യുവർ ഫാസ്റ്റ് ഫുഡ് ദാറ്റ് ഇസ് ദെയർ. അഡിക്ഷൻ അഗൈൻ ഫാസ്റ്റ് ഫുഡ് നോക്കുമ്പോഴത്തേക്ക് അതിൽ കുറേ ഷുഗർ കണ്ടൻസ് ഉണ്ട്, നമ്മുടെ ബോഡിക്ക് നല്ലതല്ല, കുറേ സ്റ്റെറോയിഡ്സ് കൂടും, ന്യൂട്രീഷണൽ ലെവൽ ഭയങ്കരമായിട്ട് കൂടും, നമ്മുടെ സ്റ്റമക്ക് ഗട്ട് ആക്സിസിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂ വരും. അങ്ങനെ ഫാസ്റ്റ് ഫുഡും ഈ ആർട്ടിഫിഷ്യൽ എൻഹാൻസേഴ്സും ടേസ്റ്റ് മേക്കേഴ്സും ആർട്ടിഫിഷ്യൽ കളേഴ്സും ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ട്, ഗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും യുവർ ബ്രെയിൻ. സോ ഗട്ടും ബ്രെയിനും എപ്പോഴും കണക്റ്റഡ് ആണ്. സോ ഇഫ് യുവർ സ്റ്റമക്ക് ഈസ് നോട്ട് ഗുഡ്, അത് എപ്പോഴും ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ബ്രെയിൻ കെമിക്കൽസിൽ ഇംബാലൻസ് വരും. സോ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ജസ്റ്റ് ഫോർ ടെമ്പററി നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു കാംനെസ് കിട്ടാൻ. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നടക്കുന്നത് വൺസ് ഇറ്റ് ഗോസ് ഇൻ ടു യുവർ സ്റ്റമക്ക്, അവിടെ കുറേ ഡിസ്ട്രപ്ഷൻസ് വരും, കുറേ ഇംബാലൻസസ് വരും, വിച്ച് വിൽ അഫക്റ്റ് യുവർ ബ്രെയിൻ. അത് കാരണം വാട്ട് വിൽ ഹാപ്പൻ, ബ്രെയിൻ ഇസ് നോട്ട് ഹെൽത്തി, ഡിപ്രഷൻ വരാം, ആങ്സൈറ്റി വരാം, അങ്ങനത്തെ കുറേ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരാം. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് വൺസ് യു ഹാവ് എൻ എഡിക്ഷൻ. ഫാസ്റ്റ് ഫുഡ് അഡിക്ഷൻ ആകുമ്പോൾ സ്പെസിഫിക്കലി ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ബേസിക് സ്റ്റെപ്പ്, യു ഷുഡ് ഫസ്റ്റ് ബി സെൽഫ് അവെയർ. ഓക്കെ, അഡിക്ഷനിലോട്ട് പോവുകയാണോ, എന്താണ്, വൈ യു ക്രേവിങ് ഫോർ ഇറ്റ് എന്നുള്ള രീതിയിൽ സെൽഫ് അവെയർ ആവുക. ട്രൈ ടു ഇൻക്ലൂഡ് മെനി തിങ്സ്. ഹെൽത്തി ഡയറ്റിലോട്ട് പോവുക. ചീറ്റ് ഡേയ്സ് വെക്കാം, പക്ഷേ ബാക്കി ഡേയ്സ് ഹെൽത്തി ഡയറ്റ്. സോ യു ഷുഡ് ട്രൈ ടു ഫോളോ ഹെൽത്തി ഡയറ്റ്. അല്ലെങ്കിൽ എക്സസൈസ്, മെഡിറ്റേഷൻ, സ്ട്രെസ്സ് ഇച്ചിരൊക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ ഡോപ്പമീൻ ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം. സോ യു ആർ ടേക്കിംഗ് ഫാസ്റ്റ് ഫുഡ് സോ ദാറ്റ് ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് കിട്ടാനായിട്ട്. ട്രൈ ടു ഡു മെനി അതർ തിങ്സ്. ഹോബീസ് ഫോളോ ചെയ്യുക. ട്രൈ ടു ഡു ഫിസിക്കൽ എക്സസൈസ്, മെഡിറ്റേഷൻ. അവിടെയൊക്കെ അഗൈൻ യു ആർ ഗോയിങ് ടു ഫൈൻഡ് കാംനെസ് വിച്ച് വിൽ ഹെൽപ്പ് യു ഈ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഈ ഒരു അഡിക്ഷന് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ കുറേ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ് വിൽ ഹെൽപ്പ്. ആൻഡ് അഗൈൻ ഇഫ് നോട്ട് പോസിബിൾ, ടേക്ക് ഹെൽപ്പ്. ന്യൂട്രീഷനിസ്റ്റിനെ നോക്കാം, യു ക്യാൻ ട്രൈ തെറാപ്പിസ്റ്റ് വിച്ച് വിൽ ഹെൽപ്പ് യു. നമ്മുടെ ബോഡിക്ക് എന്ത് ഫുഡാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, ഈ ഒരു ബിഹേവിയറിന് എങ്ങനെ യു ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് and all that, a professional will be able to help. But you can do it by yourself, where you have to strictly follow your routines.